നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള ഫിറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ അവര് കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. അവരുടെ ഫീലിങ്സ് അവർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല അവര്. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നായിരിക്കാം. അപ്പോൾ അവർക്കൊരു അവരുടെ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ മനഃപൂർവ്വം അവരെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡാണ്. അവരുടെ ലൈഫിൽ ഒറ്റപ്പെട്ട പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർ അത്രയും പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നുണ്ട്. അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ആയിരിക്കാം. അവർക്ക് പേഴ്സണൽ ലൈഫിൽ അവർ ഇഷ്യൂസ് നേരിടുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളോട് തുറന്നു പറയാതെ നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ ആ ഒരു പ്രശ്നത്തെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നതായിട്ടാണോ, ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ്, അതേക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ്, അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവരൊരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി മുന്നോട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയാണ്. ചിലപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അവരാഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന ഒരു നിരാശയിലാണ് അവരെപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി റിലേഷന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർക്ക് നേടാൻ സാധിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒരു നല്ലൊരു ഫാമിലി ലൈഫോ അല്ലെങ്കിൽ മുന്നോട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചറോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ എല്ലാത്തിനും മാറി നിൽക്കുവാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ടും അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കരിയർ ഗ്രോത്ത്, അവർ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലോട്ട് അവർക്ക് എത്താൻ പറ്റണം. അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിലോട്ട് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു ലൈഫ് തരാൻ പറ്റില്ല. ഒരു റിലേഷൻ കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കരിയർ ഒന്നും അവർക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട്. അതുകൊണ്ട് ഈ റിലേഷന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ തന്ന് നിങ്ങളെ ഈ റിലേഷനിൽ നിർത്തുന്നത് അവർ ചെയ്യുന്നൊരു തെറ്റാണ് എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾക്കൊരു ലൈഫ് തരാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് അത്രയും വിഷമാവും. അപ്പോൾ നേരത്തെ തന്നെ ഈ റിലേഷനിൽ ഒരു അകൽച്ച വെക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ അവരവരുടെ മനസ്സിലോട്ട് ഒതുക്കി ഈ റിലേഷന് വേണ്ടിയിട്ട് മുൻപിട്ടിരുന്ന ആ ഒരു എഫേർട്ട് കുറച്ച് ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് അവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് സ്പെൻഡ് ചെയ്യണം, സന്തോഷമായിട്ടിരിക്കണം, ഒരു ഹാപ്പി ലൈഫ് വേണം എന്നുള്ള ആഗ്രഹം അത്രയുണ്ട്. പക്ഷെ അത് അവരുടെ ആ ഒരു ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. അവരാഗ്രഹിച്ച കാര്യത്തിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അവരാഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് അവർക്ക് എത്താൻ പറ്റണം. പക്ഷെ അതൊന്നും നടക്കാത്തതിന്റെ നിരാശ കാരണം അവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ എത്തിയാൽ മാത്രമേ നിങ്ങളുമായിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറപ്പ് തന്ന് ആൾക്ക് നിങ്ങളെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരെയും എതിർത്ത് നിങ്ങളുടെ കൂടെ ആൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, ആൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
ഡാമേജ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ ഒരു ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എന്നുള്ളതാണ് കേട്ടോ. അവർ എഫേർട്ട് ഇടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളോട് ആൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് പരാതി പറയുന്നുണ്ടാവും. അപ്പോഴൊക്കെ ആൾ അതിനനുസരിച്ച് നിങ്ങൾ അത് രക്ഷപ്പെടുവാണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടോട്ടെ, നിങ്ങൾക്ക് മറ്റൊരു ലൈഫ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഓക്കെ നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആൾ പറയുന്നുണ്ടാവും കേട്ടോ. സോൾ ടൈ എന്ന് കാണിക്കുന്നുണ്ട്. ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്ക് നിങ്ങൾക്കൊരു ലൈഫ് കിട്ടിക്കോട്ടെ എന്ന് കരുതി നിങ്ങളെ വിട്ടയക്കാൻ ശ്രമിച്ചാലും ആൾക്ക് നിങ്ങളിലേക്ക് വരാനുള്ളൊരു പുള്ളുണ്ട്. ഒരു ആൾക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ ഒരു പെയിൻ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പെയിൻ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. എന്തായാലും സാഹചര്യങ്ങൾ കൂടി ഓക്കെ ആയിട്ട് വന്നാൽ എന്തായാലും ഈ റിലേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻ്റെ ഫ്യൂച്ചർ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. എറണാകുളം 1988, ലെറ്റർ ഒ. അശ്വതി, ലെറ്റർ എൻ. പത്തനംതിട്ട, ഏപ്രിൽ, ലെറ്റർ ആർ. ലെറ്റർ ടി 1989, പൂയം, ചോതി, ഉത്രം, കോട്ടയം, പൂരം, തിരുവനന്തപുരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.